ബേക്കറും കല്ലും. തിരക്കുള്ള ഒരു ഗ്രാമത്തിൽ ഏലിയാസ് എന്നൊരു ബേക്കർ താമസിച്ചിരുന്നു. രണ്ട് കാര്യങ്ങൾക്ക് പേരുകേട്ടവനായിരുന്നു അദ്ദേഹം. പ്രവിശ്യയിലെ ഏറ്റവും മികച്ച പുളിമാവ്, നിരന്തരം പരാതി പറയുന്ന സ്വഭാവം. എത്ര വെയിലായാലും അപ്പം എത്ര നന്നായി ഉയർന്നാലും ലോകം മുഴുവൻ തന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഏലിയാസിന് തോന്നി. ഒരു ഉച്ചതിരിഞ്ഞ് ഒരു വൃദ്ധ സഞ്ചാരി കടയിലേക്ക് നടന്നു. മാവ് കുഴക്കുന്നതിനിടയിൽ ഏലിയാസ് മുഖം ചുളിക്കുന്നത് കണ്ട് യാത്രക്കാരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്ര ഭാരമുള്ള ഹൃദയം സുഹൃത്തേ? ജീവിതം ഒരു പർവ്വത ജോലിയാണ്. ഏലിയാസ് നെടുവീർപ്പിട്ടു. എല്ലാ ദിവസവും ഒരേ ചൂട്, ഒരേ മാവ്, അതേ ആവശ്യപ്പെടുന്ന അയൽക്കാർ. എന്റെ പ്രശ്നങ്ങൾ ഏതൊരു ധാന്യച്ചാക്കിനേക്കാളും ഭാരമുള്ളതാണ്. യാത്രക്കാരൻ പോക്കറ്റിൽ കൈ നീട്ടി ഒരു ചെറിയ മിനുസമർന്ന നദിക്കല്ല് പുറത്തെടുത്തു. അയാൾ അത് ഏലിയാസിന് കൈമാറി. ഇത് നിങ്ങളുടെ നീട്ടിയ കൈയിൽ പിടിച്ച് എത്ര ഭാരമുള്ളതാണെന്ന് എന്നോട് പറയൂ. ഏലിയാസ് ചിരിച്ചു. ഇതിന് ഒട്ടും ഭാരമില്ല, ഒരുപക്ഷെ കുറച്ച് ഗ്രാം. ഇത് പിടിച്ചുകൊണ്ടിരിക്കൂ, യാത്രക്കാരൻ പറഞ്ഞു. തുടർന്ന് കാത്തിരിക്കാനിരുന്നു. സമയത്തിന്റെ ഭാരം. കല്ല് കൈപ്പത്തിയിൽ പിടിച്ചുകൊണ്ട് ഏലിയാസ് തന്റെ ജോലി തുടർന്നു. 5 മിനിറ്റിനു ശേഷം അവന്റെ കൈ അല്പം വലിഞ്ഞു മുറുകിയതായി തോന്നി. 20 മിനിറ്റിനു ശേഷം അവന്റെ തോളിൽ ഒരു മങ്ങിയ വേദന കടന്നുവന്നു. മണിക്കൂറിന്റെ അവസാനത്തോടെ അവന്റെ കൈ വിറക്കാൻ തുടങ്ങി. ചെറിയ കല്ല് ഒരു ഈയം പോലുള്ള ഭാരം പോലെ തോന്നി. എനിക്ക് ഇനി അത് ചെയ്യാൻ കഴിയില്ല. ഏലിയാസ് നിരങ്ങി. ഒടുവിൽ നിങ്ങൾക്ക് തളർച്ച അനുഭവപ്പെടും, മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഏലിയാസ് കല്ലിലേക്ക് നോക്കി, പിന്നെ തന്റെ ചൂടുള്ള സുഗന്ധമുള്ള കടയിലേക്ക് നോക്കി. തന്റെ പരാതികൾ ഒതുക്കി നിർത്തുന്നതിൽ താൻ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതിനാൽ മാവിന്റെ വികാരമോ ഉപഭോക്താക്കളുടെ പുഞ്ചിരിയോ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ ഒരു ദീർഘനിശ്വാസമെടുത്തു. തന്റെ മുഖഭാവം ഉപേക്ഷിച്ച് തന്റെ അടുപ്പിലേക്ക് മടങ്ങി. ധാർമ്മികത നിങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഭാരം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ വലുപ്പത്തെ ആശ്രയിച്ചല്ല, മറിച്ച് നിങ്ങൾ അവ എത്രനേരം വഹിക്കാൻ തെരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു.